ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരൂ, വേഗം വേണം. നിൽക്കൂ. ഇപ്പൊ തീർത്തു തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ എവിടെ എത്തിയത്? ഇത് തീർത്തിട്ട് പോയാ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് നിൽക്കണേ, ഇതൊന്നും തീർത്തോട്ടെ. ബാക്ക് കൊള്ളാം, ഫ്രണ്ടും കൊള്ളാം. ആ ബമ്പർ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കിയേ, നല്ല ഫിനിഷിംഗ്. ഓടിക്കാൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സ്ട്രോങ് ആൻഡ് ക്ലീൻ, നല്ല കളറും. ഒന്ന് ഓടിച്ചു നോക്കാതെ ഇനി ഞാൻ അഭിപ്രായം പറയത്തില്ല. അത് വേണ്ട, എനിക്ക് ഈ കണ്ടീഷൻ തന്നെ ഇഷ്ടപ്പെട്ടു. അയ്യോ പാവം, ഷേപ്പ് മാറി. Shall I help you? ഹെൽപ്പ് യുവർ സെൽഫ് ആൻഡ് സേവ് യുവർ ഫേസ്. അല്ലെങ്കിൽ ചിലപ്പം പല്ലിന്റെ നിറം മാറിപ്പോ. ശരിയായി, ഈ പെടുത്തോളൂ. ആന്റിക്ക് ഞങ്ങളെ മനസ്സിലായോ? അങ്ങനെ മറക്കാൻ നോക്കുമോ? നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഇവിടെ വക്കീൽ പറഞ്ഞു. വേറെ വല്ലതും പറഞ്ഞ? ഇല്ല. എന്താ? ഒന്നുമില്ല. അങ്കിൾ ഒരു സമ്മാനം. താങ്ക് യു. ഇരിക്കൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇടയ്ക്ക് വെച്ച് കാണാമല്ലോ. അങ്കിള് ഞങ്ങളോട് ഭയങ്കര കമ്പനിയല്ലേ? ഇതെന്റെ മോള് സിന്ധു. മോളെ ഇവരറിയോ? ആ, കണ്ടിട്ടുണ്ട്. ആരാ നോക്കും മോളെ? ഹലോ. അയ്യോ, ഇന്നിനി പറ്റില്ല. എന്റെ കാർ കേടായി പോയി. ഞാൻ വർഷപ്പൂരിന്ന് പോയതാ. അവിടെ ഞാൻ 2 ഊളന്മാരെ കണ്ടു. അലവലാദികള്. അവന്മാരുടെ ഒരു കമന്റും നോട്ടവും ചെരുപ്പുരി അടിക്കാൻ തോന്നിയതാ. അയ്യോ, വല്ല കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഒന്നും മനസ്സിലാവുന്നില്ല. ആരാ അവിടെ ഉറക്കം സംസാരിക്കുന്നത്? എന്താ ഇത്? ഡാഡി പ്ലീസ് ഒന്ന് പതുക്കെ. എടി, വൈകിട്ട് നീ ഉഴപ്പരുത്. നമ്മുടെ ചാരിറ്റി ഷോയുടെ കാര്യം ഫൈനലൈസ് ചെയ്യണം. BBC വന്നാ മതി. ഞാൻ പ്രസ്സിൽ പോയിട്ട് നേരെ അവിടെ എത്താം. ടിക്കറ്റ് അടിച്ചത് വാങ്ങിക്കണ്ടേ? ശരി, ബൈ. വെറും 5 സെന്റ് ഭൂമി ഇത്രയുമൊക്കെ കാശ് മുടക്കി വാങ്ങിക്കണമായിരുന്നു. വേണം. വിശ്വനാഥൻ തിയേറ്റർ പണിയാൻ പോകുന്ന സ്ഥലത്തിനടുത്തായതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് മനസ്സിലായില്ലേ? നമ്മൾ വാങ്ങിയ സ്ഥലത്ത് പുരാതനമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. ഉണ്ടായിട്ട് വേണ്ടി അറിയാൻ. രാത്രി ഒരു വിഗ്രഹം നമ്മൾ അവിടെ കുഴിച്ചിടുന്നു. പകൽ 4 പേര് കാണുകെ നമ്മളത് പുറത്തെടുക്കുന്നു. പ്രശ്നം വെപ്പിച്ചതിൽ നിന്ന് ഈ ക്ഷേത്രം നാം ജീർണോദ്ധാരണം ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ നാട്ടുകാരായിക്കൊള്ളൂ. ആരാധനാ സ്ഥലത്തിനടുത്ത് സിനിമാ തിയേറ്റർ പണിയാൻ പോകുന്ന വിശ്വനാഥനെ നാട്ടുകാർ കൈകാര്യം ചെയ്യട്ടെ. നമ്മൾ പുറകെ നിന്നേച്ചാ മതി. ഇപ്പൊ മനസ്സിലായി. അതിനി നമുക്ക് വേണ്ടത് പഴയ ഒരു വിഗ്രഹമാണ്. പഞ്ചലോഹമായിരിക്കണം. എവിടുന്നായാലും എന്ത് വില കൊടുത്തും അത് കൊണ്ടുവരണം. എങ്കിലേ നമ്മൾ ജയിക്കൂ. അത് ഞാനേറ്റു. കൊള്ളാമല്ലോ. തനിച്ചാണെന്ന് തോന്നുന്നു. ഒന്ന് കൊത്തി നോക്കിയാലോ? എന്റെ പൊന്നു മക്കളെ, കാലത്തെ കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഒരു പരാജയം കൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ഭാഗ്യം ആർക്കാണ്, എപ്പോഴാണ്, എവിടെയാണ് നമുക്ക് നിശ്ചയിക്കാൻ നോക്കുവോ? എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് വിട്ടിരുന്നോട്ടെ? വേണ്ട. അല്ല, പിന്നെ നിങ്ങൾ തനിച്ചിരിക്കുന്നുണ്ടാണ് ഒരു കമ്പനിക്ക്? എനിക്കിങ്ങനെ ഒരാളിന്റെ കമ്പനി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തു പറ്റി? കൊത്തുന്ന ലക്ഷണമില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ. അവിടെ ആഷ്ട്രേ ഉണ്ട്. അല്ല, പിന്നെ പുകവലിക്കില്ലല്ലേ? ഈ ആഷ്ട്ര ഒന്ന് എടുത്തോട്ടെ.
എന്താ വേണ്ടത്? ഗുൽഫാദി ഗുൽഫനുണ്ടോ? ഇല്ല. ജിഗോല ജിങ്കി? ഇല്ല. എൽ മോണിഷ് ഫ്രൈ? ഇല്ല. 1 ഫ്ലോർ കുക്കോൺ സെസ് ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. ഇല്ല. എങ്ങനെ ലൈം ജ്യൂസ് ഉണ്ടോ? 2 ലൈം ജ്യൂസ്. ഹലോ. കാലത്ത് ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ലേ വർഷത്തിൽ കണ്ട രണ്ടുപേരെ കുറിച്ച്? അതാ പാർട്ടികള്. അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് ജോലിയുണ്ട്. എന്നെ ഏൽപ്പിച്ച ജോലിയാണിത്. ടിക്കറ്റ് നോട്ടീസും പ്രിന്റ് ചെയ്തു. ആദ്യം നമുക്ക് പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ഫൈനൽ റിഹേഴ്സൽ കൂടി വേണം. പ്രോഗ്രാം നടത്തിയാൽ മതിയോ? ടിക്കറ്റ് വിൽക്കണ്ടേ? അതൊക്കെ സെക്രട്ടറിയേറ്റ കാര്യമാണ്. അവർ വിൽക്കുവോ വാങ്ങുവോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. നമുക്ക് റിഹേഴ്സലിന്റെ കാര്യം പറയാം. കോസ്റ്റ്യൂംസ് മുഴുവൻ കിട്ടിയോ? മായക്ക് വേണ്ടെന്ന് വെക്കാം. രേണുവിനോ? ഉണ്ട്. കലാപരിപാടിയാ? ഞങ്ങൾക്കും കാണണം. മുന്തിയ ക്ലാസ്സിന്റെ ടിക്കറ്റ്. ടിക്കറ്റ് വിൽക്കാനില്ല. അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള അലവലാദികൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണണ്ട. എങ്ങനെ ഒരു നോട്ടീസെങ്കിലും എടുക്കാമല്ലോ. എന്തിനാണ് അവരുടെ നോട്ടീസ്? കൊടുത്തള വാ. ചുമ്മാ ഇരിക്കട്ടെ. ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലം പീതാംബർ സ്റ്റുഡിയോ, വിവേക് എന്റർപ്രൈസസ്, ഹോട്ടൽ ഐഡ, കാനറ ബാങ്ക്. പൂർ ഹോം സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം മെയ് 17 വൈകിട്ട് 6:30 നിശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ കലാപരിപാടികൾ.